അയ്യപ്പൻ ചേട്ടാ, ഒരാള് കളിയാക്കിയെന്ന് വയ്ക്കുക, കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുകയാണോ വേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം അല്ലേ നമ്മൾ കണ്ടു ചേന്നമംഗലത്ത് ഒരു ഒന്നല്ല 4 കൊലപാതകം, 3 പേര് വെന്റിലേറ്ററിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഇതിനെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുറെ നാളെ നമ്മൾ ദൃശ്യം സിനിമയോട് ഉപമിച്ചുകൊണ്ടായിരുന്നു സകലമാന കൊലപാതകങ്ങളും, സമൂഹത്തിൽ നടന്നു വന്ന സകലമാന കൊലപാതകങ്ങളെയും നമ്മൾ എന്താ പറയാ ഉപമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാർക്കോ എന്ന സിനിമയെ സംബന്ധിച്ചിട്ടാണ് ഉപമ നടക്കുന്നത്. സംഭവം ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഇത്തരം വയലൻസ് ഉള്ള സിനിമകൾക്ക് വരുമ്പോൾ ഈ പബ്ജി ഗെയിം പോലെയാണ്, അഡിക്ഷൻ ആവുന്നത് പോലെയുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സാമൂഹികമായിട്ടുള്ള വിപത്താണല്ലോ. അതായത് അവനവനിലേക്ക് മാത്രം ഒതുങ്ങി അവനവന്റെ സുഖം, അവനവന്റെ താല്പര്യം മാത്രമായിട്ട് ചിന്തിക്കുകയും, അതായത് ഒരുതരം അവനവനിസം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ള ഒരു കൊലപാതകം തന്നെയല്ലേ ഇത്തരത്തിലൊക്കെ. ഇവനാണെങ്കിൽ ഈ ഋതു എന്ന് പറയുന്ന ആള് ഗുണ്ടയായിരുന്നു എന്നും ഇയാൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ടും ആ സമയത്ത് ഒന്നും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതായത് ഇതിനകത്ത് പ്രജിത പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അവനവനിസം എന്ന് പറയുന്നതിലേക്ക് പോകുന്നുണ്ട്. അത് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ പറ്റിയിരിക്കുന്നത് ഈ പറയുന്ന ചെറുപ്പക്കാരൻ, ഋതു എന്ന ചെറുപ്പക്കാരൻ ഒരു മാനസിക രോഗി ആണ് എന്നൊരു സർട്ടിഫിക്കറ്റും അയാളുടെ മാതാപിതാക്കൾ അത് പറഞ്ഞു വരുത്തുകയും, അപ്പോൾ പിന്നെ മാന്യതയുടെ പേരിൽ ആ ഭാഗത്തെ ആൾക്കാർ ഇവൻ കാണിച്ച പല ചേഷ്ടകളും മാന്യതയുടെ പേരിലാണ് അവർ തിരിച്ച് പ്രതികരിക്കാതിരുന്നത്. ആ മാന്യതയെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ ചൂഷണം ചെയ്യുകയായിരുന്നു. അതിലെന്തോ അയാളൊരു ആനന്ദം കണ്ടെത്തുന്നത് പോലെയായിരുന്നു. ആൾക്കാർ വരട്ടെ, അത് അവൻ മാനസിക രോഗി അല്ല എന്നുള്ളതേ ഉള്ളൂ, അതവൻ്റെ മാനസിക വൈകൃതമാണ്. അവൻ്റെ മാനസിക വൈകൃതമാണ്. അവൻ കാണിക്കുന്ന ഒരു ചാബല്യമാണ്. അതായത് ചെറുപ്പം മുതലേ തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടതാണ്. പക്ഷേ ആ സമയത്തെങ്കിലും ഈ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിലും പറഞ്ഞു, കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ എത്രയൊക്കെ കുടുംബം അങ്ങനെയല്ല, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നൊക്കെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുടുംബം എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. അതൊരു പക്ഷേ അച്ഛനമ്മ കുട്ടികൾ അങ്ങനെയല്ല, അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഒരു കുടുംബം. ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി ഇത്തരത്തിലുള്ള വൈകൃതം കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ അച്ഛനോ അമ്മയോ, ഇനിയിപ്പോൾ അതിൻ്റെ ഗാർഡിയനായിട്ട് ആരാണോ നിൽക്കുന്നത്, അവരതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യണ്ടേ. ഇത് അവരെ അത്തരത്തിൽ ചെയ്യാതെ ഈ മാനസിക രോഗമുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ഇയാളെ ഇത്രയും വലിയൊരു വിപത്തായി മാറ്റി ഈ 3 പേരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? തീർച്ചയായിട്ടും. അല്ല, അത് തുടക്കം മുതലേ അയാൾക്ക് ഇങ്ങനെ ഒരു വൈകൃതമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രജിത പറഞ്ഞതുപോലെ ആ കുടുംബക്കാർ അയാളെ കൊച്ചിലേ തന്നെ അങ്ങനെ രോഗമുണ്ടെങ്കിൽ ഇപ്പൊ മാനസിക വൈകൃതത്തിന് രോഗത്തിന് മരുന്നൊന്നും ഇല്ലാത്ത ലോകമൊന്നുമല്ല, എല്ലാത്തിനും മരുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് പറയാനും അതിന് ട്രീറ്റ്മെന്റ് പോകാനും ഒന്നും മടിയില്ലാത്ത തീർച്ചയായിട്ടും ഈ മാറുന്ന ലോകത്ത് അത്തരം രോഗങ്ങളൊക്കെ ഒരു പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ശരിക്കും ഈ കുടുംബം ഇയാളെ ഈ കുടുംബം ഇങ്ങനെ അഴിച്ചുവിട്ടു. ഈ പറഞ്ഞ ആൾക്കാരുടെ മാന്യതയാണ് ഇവൻ ഇത്രയും നാൾ അവിടെ കെട്ടഴിച്ചു വിട്ടതാണ്. ഒരുപക്ഷെ മാന്യത മാത്രമായിരിക്കില്ല ചേട്ടാ, ഇവരുടെ കയ്യിൽ ഈ സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതായത് മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. പലരും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് പലരും കോടതിയിൽ എത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് മാനസിക രോഗിയാണ്. തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് രാവിലെ ജസ്റ്റ് കമാൽ പാഷയുടെ ഒരു വീഡിയോ കാണാൻ ഞാൻ ഇടയായി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ശിക്ഷിച്ചിട്ടുണ്ട് പോലും. അതായത് ഇതുപോലെ ഒരു കള്ള സർട്ടിഫിക്കറ്റുമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിയ ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതിന് അതായത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നവർ പോലും, ഡോക്ടർമാരായാൽ പോലും, ഇങ്ങനെ എഴുതി കൊടുക്കുന്നവരായാൽ പോലും അവരും തെറ്റുകാരല്ലേ? അല്ല, ഇതിനകത്ത് ഈ മാനസിക രോഗത്തിൽ തന്നെ പല രോഗങ്ങൾ പലതരത്തിലുള്ളതും ഈ ഇന്ന രോഗം നമുക്ക് പറയാൻ ശാസ്ത്രീയമായി അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ മാനസിക രോഗികളാകുള്ളൂ. അങ്ങനെയുള്ള അതിന് ഡെഫിനിഷൻ ഉണ്ടാകും. ഇന്ന സിംറ്റംസ്, ആ സിംറ്റംസ് ഒന്നും ഉള്ളവരായിരിക്കില്ല. കാര്യം
അങ്ങനെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പം സാധാരണ ഒരു ആസ് യൂഷ്വൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാകുന്ന ചില ചെറിയ വൈകൃതങ്ങളെ ഇവർക്ക് ഉണ്ടാവുള്ളൂ. അതിനെ ഇവർ ചിത്രീകരിച്ച് ഇങ്ങനെ ആക്കുന്നതും ഇത്തരത്തിൽ കള്ളത്തരം സർട്ടിഫിക്കറ്റ്. കാര്യം പ്രജിത പറഞ്ഞതുപോലെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് ഈ പറയുന്ന പോലെ സാമ്പത്തിക തട്ടിപ്പുകളായിരുന്നാലും പല കുടുംബങ്ങളിലും ഈ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് റേപ്പ് കേസുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു മാനസിക രോഗം എന്ന് പറഞ്ഞുള്ളതിന്റെ മറവിൽ പലതരത്തിലുള്ള ചീറ്റിങ്ങും നടക്കുന്നുണ്ട്. അത് ഒരു വശം. പക്ഷെ എങ്കിലും ഈ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെടേണ്ടി വന്നത്. 3 പേരുടെ ജീവൻ. അതും ഇയാൾ ഇത്തരത്തിലുള്ളവനാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്. സർ, ഞങ്ങൾക്ക് ഇവനെ കാരണം ശല്യമാണ് എന്ന് പോലീസ് സ്റ്റേഷനിൽ 5ഓളം പരാതി കൊടുത്തിട്ടും ഈ 5 പരാതിയുടെ പുറത്തു പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ 2 തവണയെങ്കിലും ഈ പറയുന്ന വ്യക്തിയെ കൊണ്ടുപോയി പറയേണ്ട രീതിയിൽ പറയുകയും പെരുമാറുകയും ചെയ്തിരുന്നു എന്ന്. അതായത് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് പരിശോധിക്കാമായിരുന്നു. വൈകൃതമുള്ള ഒരാളാണെങ്കിൽ പോലീസിന് ഇടപെടാമല്ലോ, ഇവനെ എവിടെയാണ് ചേർക്കേണ്ടത്, അവിടെ ആക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇത് കുട്ടികളാണെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകും. ഇദ്ദേഹത്തിന് ഇങ്ങനെ മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ സെല്ലിലടയ്ക്കാം. സെല്ലിലടച്ച് ഈ പറയുന്ന പോലീസിന് അങ്ങനെ സെല്ലിൽ ഈ മാനസിക രോഗം ഉള്ളവരെ, ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ളവരെ സെല്ലിലടയ്ക്കും. അങ്ങനെ അവിടെ താമസിപ്പിച്ച് അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ രോഗം മാറ്റി ഇറക്കും. കാര്യം ചിലർ കൊലപാതകം ചെയ്യുമ്പോൾ ഇങ്ങനെ മാനസിക രോഗം കൊണ്ട് കൊലപാതകം ചെയ്തവരാണെങ്കിൽ അവരെ സെല്ലിൽ അടച്ചിട്ടാണ്. കാര്യം അതിനകത്തും അവരാകെ വയലൻ്റ് ആവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലാണ് നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അവർക്കൊന്നും യാതൊരു കാര്യം പോലീസ് സ്റ്റേഷനുകളിൽ ഈ പലതരം കേസുകൾ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. കൊലപാതകം നടക്കുന്നത് ആ 2 പിഞ്ചു മക്കൾ ഇന്നലെ കരയുന്ന രംഗം കണ്ടോ? വി.ഡി. സതീശനെ കെട്ടിപ്പിടിച്ച് അവർക്കുണ്ടാവുന്ന ഒരു ട്രോമ, പിന്നെ ആ കുട്ടികൾ മാനസികമായിട്ട് പിന്നെ ആ കണ്ട കാഴ്ച ഭയങ്കരമാണ്. വി.ഡി. സതീശനെ പോലെ ഒരു നേതാവൊക്കെ ചെന്ന് അവിടെ കരഞ്ഞു പോയി എന്ന് മനസ്സുള്ളവർ കരയും. അതെ, കേൾക്കുമ്പോ തന്നെ നമ്മൾക്കൊരു പെടപ്പില്ലേ? നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇത്തരത്തിലൊരു സംഭവം അവർക്ക് ചെറുപ്പത്തിലൊരു ട്രോമ. ഈ ട്രോമ ഒരിക്കലും ഇവരുടെ പോവില്ല. പിന്നീട് അവരെ അത് എവിടെ കൊണ്ടെന്ന് എത്തിക്കും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത. ഇതൊരു വളരെ വലിയൊരു സംഭവമായി പോയി. ഇത് വല്ലാത്തൊരു ചെയ്ത്താണ്. കാര്യം ഇതിന്റെ തുടക്കം മുതൽ ഒരു രോഗത്തിന്റെ അവസ്ഥ ആ തുടക്കം മുതൽ അതിനെ ചികിത്സിക്കേണ്ടതാണ്. അതായത് ഈ മാനസിക രോഗം എന്ന് പറഞ്ഞ് നിരവധി തവണ പല കേസുകളിൽ നിന്നും രക്ഷപ്പെടുന്നവരും രക്ഷപ്പെടാൻ ഇതിനെ മാനസിക രോഗം മറയാക്കുന്നവരുണ്ട്. അത് എന്താ പറയാ, നിയമവ്യവസ്ഥിതി അത് കൃത്യമായിട്ട് ഇത്തരത്തിലൊരു സംഭവം പറയുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ പരിശോധിച്ച് കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിച്ച് അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അതിന് ഈ പറയുന്ന പോലെ കൂട്ടു നിൽക്കുന്ന പോലീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല. കാര്യം കേസ് ഇപ്പം 5ഓളം, കാര്യം ഈ കൊല്ലപ്പെട്ട മനുഷ്യന്റെ വീട്ടില് ഈ പെൺകുട്ടി അടക്കം അവരെ അത്ര കണ്ട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ അവർ പരാതി, ആ കുടുംബം പരാതി കൊടുത്തിട്ടുണ്ട്. ആ കുടുംബം കൊടുത്ത പരാതി അവിടെ നിലവിലുണ്ട്. വേറെ കുടുംബങ്ങൾ കൊടുത്ത പരാതിയുണ്ട്. എന്നിട്ട് ഇവനെ അഴിഞ്ഞാടാനായിട്ട് എന്തിനീ പോലീസ് വിട്ടു? അതാണ് നമ്മുടെ സംശയം വരുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസറോടൊക്കെ ചോദിക്കുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നിസ്സാരമായിട്ട് പറയുകയാണ് അയാൾക്ക് മാനസിക വൈകല്യമുള്ള ആളാണ്, അയാൾ ഈ മയക്കുമരുന്നിന് അടിമയാണ്. അപ്പോൾ ഈ മയക്കുമരുന്നിന് അടിമ എന്നൊക്കെ പറയുമ്പോൾ ഈ മയക്കുമരുന്നൊക്കെ ഇവിടെ എത്തുന്നതില്ലെന്നും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? ഒരു തരത്തിലും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകളെ ഒരു ചെറിയ സംഗതി പറയാം. അതായത് ഈ പറയുന്ന പോലെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനമായിരുന്നാലും മറ്റു മയക്കുമരുന്നാലും കൊച്ചിയിലെ എന്നല്ല കേരളത്തിലെ പല സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്കും ഈ സാധനം എത്തുന്നുണ്ട്, വ്യാപകമായിട്ട് എത്തുന്നുണ്ട്. ഇത് പിടിക്കാൻ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ആ രീതിയിലേക്ക് നമ്മുടെ ഭരണ സംവിധാനം പോയി. അതായത് ഒരു തുടർച്ചയായ രണ്ടാമതൊരു ഭരണം, അതായത് എപ്പോഴും ഉണ്ടാകുന്നത് കേരളത്തിൽ ഒരിക്കലും ഒരു തുടർഭരണം ഉണ്ടായിട്ടില്ല. ഒരു ഭരണം വരുമ്പോൾ ആ ഭരണത്തിൽ അവരുടെ ആൾക്കാരെയാണ് അവർ കീ പോസ്റ്റ് ഇരുത്തുന്നത്. അപ്പോൾ അവരിരുന്നു കൊണ്ട് ആ കീ പോസ്റ്റ് അവർ ഇരിക്കുന്നത് എന്തിനാണ്? ഈ അവസരത്തിൽ താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയക്കാരുടെ പിണികളായിട്ട് നിന്ന് സുഖിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തവണ ഇരുന്നു, വീണ്ടും 2 തവണ വരുമ്പോൾ ആ തലപ്പത്ത് തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ വ്യവസ്ഥ നമ്മൾ കേരളത്തിൽ സാധാരണ കോൺഗ്രസ് വരും, അങ്ങനെ വരും. ഇത്തവണ ഈ പറയുന്ന ഒരേ ആൾക്കാർ ഇരുന്നു കൊണ്ട് ഭരണത്തിൽ അങ്ങ് ഒരു ആലസ്യത്തിലേക്കാണ്. 2 തവണയോ ആഭ്യന്തരം കൈയാളിയിരുന്നത് ആരാണ്? എന്നിട്ടാണ് ഈ സമൂഹത്തിൽ എന്ത് പറയാനാണ്? സത്യത്തിൽ വാക്കുകളില്ലാതെയായി പോകണം. ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനകത്ത് നമ്മുടെ സാറ് പറയുന്ന പോലെ ഒറ്റ സംഗതിയേ ഉള്ളൂ.
ഈ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്ന വ്യക്തിയാണ്. ചേട്ടാ ശശി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവൻ നമ്മൾ തന്നെ ഉദാഹരണം പറയാം, ഈ ഒരു കേസിൽ ഒരു മാനസിക രോഗി ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ട് ഈ പ്രശ്നങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പോലീസ് ഓഫീസർമാർക്ക് സമയമില്ല. ഇവിടെ പോലീസിലെ തലപ്പത്തിരിക്കുന്നവർ തമ്മിൽ ഞാനാണ് DGP ആകേണ്ടത്, നീയാണ് DGP ആകേണ്ടത്, അല്ല അതായത് പിന്നെ എന്താ പറയുക, SP മുതൽ DYSP മുതൽ ഇങ്ങേയറ്റം ADGP മുതൽ DGP വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിതുകൊണ്ടിരിക്കുക. ഒരാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം, ആ വിജിലൻസ് അന്വേഷണം ചെന്നപ്പോൾ വിജിലൻസ് ഇരിക്കുന്ന ആൾ പറയുന്നു അത് തെറ്റില്ല, അത് പോരാ, വേറെ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ എന്തോ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഇത് പിന്നെ ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ പിന്നെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ പരാതി പറയാനായിട്ട് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ ഇരട്ടിയായിട്ട് അച്ഛൻ അവിടെ വീട്ടിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ ഈ അധ്യാപകൻ പറയുമെന്ന് ചോദിച്ചാൽ അയാൾ ഇങ്ങനെ തിരിച്ചു പോരുന്നുണ്ട്. അതേപോലെ ഇവിടെ തലപ്പത്ത് തന്നെ, ഈ പോലീസ് തലപ്പത്ത് ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടവർ? അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വലിക്കുമ്പോൾ ഈ താഴേക്കുള്ള പോലീസുകാരെ ആര് നിയന്ത്രിക്കും, ആര് നോക്കും? അവർക്ക് ഒരു നിസ്സംഗതയാണ്. അത് പ്രജിതയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആവശ്യവുമായി പ്രജിത പോയി നോക്കണം. എനിക്ക് ഒരു ചുരുങ്ങിയ കാലയളവിൽ എനിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. എനിക്കൊരു 1-2 സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളിൽ എനിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പോയതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ CPM-ൻ്റെ ജില്ലാ സമ്മേളനം ഏരിയ സമ്മേളനം, എൻ്റെ നാട്ടിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി അവിടുത്തെ ഒരാളിനെ തിരഞ്ഞെടുത്ത് പറഞ്ഞ് അയാൾ അവിടുത്തുകാരനായിട്ട് അവിടെ നാട്ടുകാരെ കാണിക്കാനായിട്ട് കോടതി നിയമം ലംഘിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അവിടെ പിന്നെ സ്റ്റേജ് കെട്ടി. അവിടെ ഈ പോലീസുകാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാനൊരു സംശയം ചോദിക്കട്ടെ. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ഈ പോലീസുകാർ അവിടെ നോക്കി നിൽക്കുകയാണ് ഈ സ്റ്റേജ് കിട്ടുന്നത്. അന്ന് ഞാൻ ആ നാട്ടിലുണ്ട്, എൻ്റെ നാട്ടിൽ ഞാനുള്ളതാണ്. ഞാൻ ഈ സംഭവത്തിന് സാക്ഷിയാണ്. ഈ സ്റ്റേജ് കെട്ടലും വണ്ടികൾ തിരിച്ചുവിടുന്നത് നിഷ്ക്രിയമായ ഒരു ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് നിഷ്ക്രിയം എന്ന് നമുക്ക് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ഒരു വാക്കായിട്ട് പറയാൻ പറ്റില്ല. കാര്യം അത്രത്തോളം തീർന്നു. അത്രത്തോളം ഈ ഭരണം, ഈ കെടുകാര്യസ്ഥത അത്രത്തോളം. അപ്പോഴാണ് ഇവിടെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റിൽ എംപ്ലോയീസ് പാട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. നാണമില്ലേ ഇവനൊക്കെ കിട്ടാനുള്ള DA കിട്ടാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കാനായിട്ട് നടക്കുന്നത്. വേറെ പണിക്ക് പോണവനൊക്കെ വേറെ ഒന്നും കണ്ടില്ല എഴുതാനായിട്ട്. എന്തായാലും ഈ പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഇതിന്റെ പുറകിൽ തന്നെ നടക്കുന്നുണ്ടാവും. ഇവനെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത അവസ്ഥ എന്താകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ കാര്യമാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന നിയമവ്യവസ്ഥയിലെ ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്ന നിയമത്തെ ലംഘിക്കുന്നൊന്നുമല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചുള്ളവരുത്. അതെ, എന്തായാലും ഇത്തരത്തിൽ മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് നിരവധി അതായത് ഇങ്ങനെ ഉണ്ടാകുന്നുള്ള ക്രൈം ഉണ്ടാകത്തേ ഉള്ളൂ. നിരവധി ക്രിമിനലുകൾ ക്രൈം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കൂടി വരട്ടെ. മാനസിക രോഗിയാണെങ്കിൽ അവരെ സെല്ലിലടച്ച് ചികിത്സിക്കട്ടെ. പേര് പറഞ്ഞിട്ട് വെറുതെ വിടരുത്. മാനസിക രോഗം എന്നത് വിവരമുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പം സൈക്കാട്രിസ്റ്റ് തന്നെ പറയണമെന്നില്ല. ഒരു പനി വരുന്നത് പോലെയാണ്, ശരീരത്തിൽ ഒരു പനി വരുന്നത്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് എത്രയോ കുടുംബങ്ങളിലെ ആൾക്കാർ ഈ ഒരു രോഗം, പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും, ഇന്നിപ്പോൾ രോഗത്തിന് മരുന്നുണ്ട്, മരുന്ന് ചെയ്യാത്ത രോഗമല്ല ഇത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ പറയുന്ന 3 പേരുടെ മരണത്തിന് ശേഷമാണ് പോലീസ് ക്രിയമായത്. പോലീസ് ഇപ്പോഴാണോ ജീവൻ വെച്ചത്? മാനസിക രോഗത്തെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്നവരെ നിയമവ്യവസ്ഥ കൂടി എന്താ പറയാ ഒന്ന് എന്ത് പറയാൻ പറ്റും, നിയമവ്യവസ്ഥ കുറച്ചുകൂടെ കൂലങ്കഷമായ ഇതാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നടക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ, നമ്മുടെ ഒരു ആഗ്രഹം നമുക്ക് പറഞ്ഞു വയ്ക്കാമല്ലോ. അതല്ലാതെ ഈ മാനസിക രോഗമുണ്ട് എന്ന് പറയുകയോ അതിന് മുതലെടുപ്പ് തുറന്നു വിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊന്നുമല്ല, മുളയിലേ നുള്ളുക എന്ന് പറയും. മുളയിലേ നുള്ളേണ്ട കാര്യങ്ങൾ മുളയിലേ നുള്ളണം. അത് വളർന്ന് വലുതായി ക്യാൻസറായി കഴിഞ്ഞിട്ട് പിന്നെ, അതായത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് എന്തോ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, പാക്കാവുമ്പോൾ നമുക്ക് മടിയിൽ വയ്ക്കാം, അത് അടയ്ക്കാൻ വരെ ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ പറയുന്ന വ്യക്തിയെ ആ നാട്ടുകാർ 5ഓളം പരാതി ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ക്രിയാത്മകമായ രീതിയിൽ ഈ പോലീസ് ഇടപെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ
ഈ പാവം കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ല അച്ഛൻ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ തന്നെ ചിന്തിച്ച് നോക്കുക, ഒരു നിമിഷ നേരം കൊണ്ട് 3 പേരുടെ ജീവനാണ് ഈ പറയുന്ന ക്രിമിനൽ, പക്ക ക്രിമിനൽ കമ്പി കൊണ്ട് തലയ്ക്കടിക്കാതെ പറഞ്ഞ് എത്ര ക്രൂരമാണെന്ന് ചിന്തിച്ച് നോക്കുക. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് ഇതൊക്കെ നമ്മുടെ മാറിയ വ്യവസ്ഥയുടെ പരിണിത ഫലം തന്നെയാണ്. നമ്മൾ കാണുന്ന ആ ഒരു 2 കൊല്ലം മുമ്പുള്ള കേരളമല്ല, അത് മാറിയ നമ്മുടെ വ്യവസ്ഥയുടെ ഫലമാണ്. നമ്മുടെ വ്യവസ്ഥ നമ്മുടെ ഒരു വല്ലാത്ത വ്യവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വ്യവസ്ഥ മാറുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ നമ്മുടെയൊക്കെ ഒരു വിധി എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്നൊരു തലമുറ, അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു തലമുറ കുട്ടികൾ പോലും ഇവിടെ ഇല്ല. അവരൊക്കെ ഇവിടുന്ന് അവരുടെ പഠനത്തിനായിട്ടോ അല്ലാതെയൊക്കെ കുട്ടികൾ അവരുടെ ഭാവി തേടി പോവുകയാണ്. കാരണം അത്ര കണ്ട് ഇവിടുത്തെ വ്യവസ്ഥയും വ്യവസ്ഥാപിത രീതികളും ഒക്കെ മാറിപ്പോയി. അങ്ങനെ നമുക്ക് ഈ ചർച്ച പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. വളരെ സങ്കടത്തോടെ തന്നെയാണ് നമ്മളിത് പറയുന്നത്. കാര്യം 2 പിഞ്ചു കുട്ടികളുടെ കരച്ചിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല.